ഒരു ബിസിനസ് ഒരു പ്രോപ്പർ ബ്രാൻഡ് ആവുന്നത് എപ്പോഴാണ് നിങ്ങൾക്കറിയാം. ദിസ് ഇസ് ഡേ 13 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡിന് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും എങ്ങനെ വ്യത്യസ്തരായിട്ട് കാണണം. അതാണ് വെരി സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഈ മൈക്ക് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തുണ്ട് ഈ ഒരു ബട്ടൺ പോലത്തെ മൈക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ DJ അല്ലെങ്കിൽ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിലേക്കാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റേറ്റ് അവരെ ഹോളി ലാൻഡ് എന്നുള്ള പ്രൊഡക്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്തത് വെച്ചാൽ ഇവരെ മാർക്കറ്റിൽ എങ്ങനെ പൊസിഷൻ ചെയ്തു എന്ന് വെച്ചാൽ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ട് ആർക്കും ഏത് ക്രിയേറ്റേഴ്സിനും ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്ക് എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ക്രിയേറ്റേഴ്സിനും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ മനസ്സിലേക്ക് എന്താ വരാം, ഹോളി ലാൻഡ്. അതേപോലെ തന്നെ ടൊയോട്ട ഇസ് നോൺ ഫോർ ഇറ്റ്സ് റിലയബിലിറ്റി. അപ്പോൾ കറൻ്റ്ലി ഇപ്പം നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് പൊസിഷനിൽ ഏതെങ്കിലും ബ്രാൻഡുകൾ ചോദിച്ചാൽ എനിവൺ? യെസ്, റോളക്സ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. കാരണം അവരെ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള സ്ഥലത്തൊന്നും കാണില്ല. ഒക്കെ കാണുന്നുണ്ടാവുക ഒന്നിക്ക് തോന്നുന്നു F1 റേസിംഗിൽ അവരെ പരസ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ പ്രീമിയം ഹോഴ്സ് റേസസിൽ കാണാം അവരെ ആഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എസ്പെഷ്യലി ആസ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒരു ക്ലയൻറ്റിനെ നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബ്രാൻഡ്, എവിടെയാണ് നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ നോക്കേണ്ടത്, അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി എന്ത് വേണം, നമ്മൾ ആസ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ആസ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം. എന്ത് കാര്യത്തിൽ ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാൻഡിനെ കാണേണ്ടത്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ബ്രാൻഡ് പൊസിഷനിങ്. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആൻഡ് ക്യാമ്പയിൻ എന്നുള്ള വേർഡ് നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ക്യാമ്പയിൻ എന്നുള്ളത് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടാവും. ടിൽ ദെൻ ഫോളോ us.